മടങ്ങി വരുമ്പോൾ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ ന്യൂസ് 18 പുറത്തുവിടുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഇത്തവണ ഉറപ്പായും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നാണ് അമിത്ഷായുടെ ആത്മവിശ്വാസം. അദ്ദേഹം ന്യൂസ് 18നോട് ഇന്നലെ വ്യക്തമാക്കുന്നത് ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ബിജെപി നേടും, 400 സീറ്റ് നേടി ഭരണ തുടർച്ച ഉറപ്പെന്നും അമിത്ഷാ ആവർത്തിക്കുന്നു. യു പിയിൽ 5 മുതൽ 7 വരെ സീറ്റുകൾ അധികമായി നേടും, പശ്ചിമ ബംഗാളിൽ ചുരുങ്ങിയത് 30 സീറ്റ് നേടുമെന്നും നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അമിത്ഷാ വ്യക്തമാക്കി. कुल मिला के कितनी सीटें, क्या केरला तमिलनाडु में खाता खुलेगा? हम बहुत अच्छा चुनाव लड़े हैं जी, खाता तो निश्चित रूप से खुलेगा, परंतु सीटों का अनुमान लगाना वहाँ इसलिए दिक्कत है कि बड़ी कांटे की टक्कर हुई है. पर दोनों प्रदेशों में, मतलब तमिलनाडु में भी खुलेगा, केरला में भी खुलेगा. അതാണ് അദ്ദേഹം കേരളത്തിലും തമിഴ്നാട്ടിലും ഉറപ്പായി തവണ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അമിത്ഷാ പങ്കുവയ്ക്കുന്നത്. അതേസമയം അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കാൻ ഗാന്ധി കുടുംബത്തിന് ആത്മവിശ്വാസമില്ലെന്നാണ് അമിത്ഷായുടെ വിമർശനം. രാഹുൽ ഗാന്ധി നുണ പറയുകയാണെന്നും തരംതാണ പ്രചരണമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. राहुल गांधी और प्रियंका गांधी जी का कभी हाँ कभी ना, कभी लड़ रहे हैं कभी नहीं लड़ रहे हैं, अभी कुछ सुनने में आ रहा है कि शायद अब नहीं लड़ रहे हैं, इसको कैसे देखते हैं आप? देखिए, ये लोग आत्मविश्वास गवा बैठे, अपनी पुश्तैनी सीट से भी लड़ने का आत्मविश्वास नहीं है. अगर नहीं लड़ना था तो इतने समय तक सीट क्यों पेंडिंग रखी? किसी कार्यकर्ता को दे देते तो कम से कम वो जनसंपर्क तो कर सकता था. ये कंफ्यूजन जो है कहीं न कहीं लैक ऑफ सेल्फ कॉन्फिडेंस को दिखाता है. യെസ്, കിരൺ ബാബു നമുക്കൊപ്പം ചേരുന്നു. കിരൺ, വളരെ പ്രധാനപ്പെട്ട അഭിമുഖമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകുന്നത്. ബിജെപിയുടെ ദക്ഷിണേന്ത്യയിലെ മുന്നേറ്റം വലിയ രീതിയിൽ ഉണ്ടാകുമെന്ന് ബിജെപി അവകാശപ്പെടുന്നു. അമിത്ഷാ വാക്കുകളിലുണ്ട്. ഒപ്പം 400 സീറ്റുകൾ നേടുമെന്നും അദ്ദേഹം പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു 3 ഫേസ് പിന്നിട്ട് കഴിഞ്ഞു. അപ്പോഴും ഈ ആത്മവിശ്വാസം ബിജെപി പിന്തുടരുമെന്നുണ്ടെങ്കിൽ അമിത്ഷാ എന്തുകൊണ്ടാണ് ഈ ആത്മവിശ്വാസം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതിന് കാരണം? സജിത്തെ, അമിത്ഷായുടെ ഇന്റർവ്യൂവിൽ അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ ബിജെപി വലിയ വിജയം നേടുമെന്നുള്ള ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാരണം, കഴിഞ്ഞ രണ്ട് തവണയും ബിജെപിക്ക് എൻഡിഎക്ക് അധികാരം ലഭിച്ചെങ്കിലും ദക്ഷിണേന്ത്യയിൽ അങ്ങനെ ഒരു ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിരുന്നില്ല. 130 സീറ്റുകളിൽ 30 സീറ്റുകളിൽ മാത്രമാണ് ദക്ഷിണേന്ത്യയിൽ ബിജെപിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. ആ 30 സീറ്റുകൾ തന്നെ അതിൽ 25 സീറ്റും കർണാടകയിൽ നിന്ന് മാത്രം ഉള്ളതായിരുന്നു. ബാക്കി കേരളം, തമിഴ്നാട് അടക്കമുള്ള, ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞിരുന്നില്ല. തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് മറ്റ് സീറ്റുകൾ ബിജെപിക്ക് നേടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ബിജെപിക്ക് ദക്ഷിണേന്ത്യ ഒരു ബാലികേറ മലയായി തന്നെ തുടരുകയായിരുന്നു. കർണാടകയിൽ ഇത്തവണ കോൺഗ്രസിന്റെ ഭരണമാണ്. അതുകൊണ്ട് അവിടെ സീറ്റ് കുറയാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെ നേതൃത്വത്തിൽ വളരെ നേരത്തെ തന്നെ വ്യാപകമായ പ്രചരണ പരിപാടികൾ നടത്തിയിരുന്നു. അതിന് ഒരു പരിധിവരെ ഫലം കാണും എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടിയാണ് അമിത്ഷാ പ്രകടിപ്പിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ, കേരളത്തിലടക്കം അക്കൗണ്ട് തുറക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടുകൂടി ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും വലിയ വിജയം നേടുമെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെല്ലാം, കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലെല്ലാം ബിജെപി അക്കൗണ്ട് തുറക്കാനും കൂടുതൽ എണ്ണം വർദ്ധിപ്പിക്കാനും വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ കഴിഞ്ഞ തവണ 25 നേടുന്നെങ്കിൽ ഇത്തവണ അത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ് ബിജെപി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ ഫലം ഉണ്ടാകുമെന്നും കഴിഞ്ഞ തവണ ബിജെപിക്ക് ദക്ഷിണേന്ത്യയിൽ ഉണ്ടായ വലിയ ഇടിവ് അല്ലെങ്കിൽ സീറ്റെണ്ണത്തിലുണ്ടായ വലിയ കുറവ് ഇക്കുറി ഉണ്ടാവില്ല, കോൺഗ്രസിനെ ഇക്കുറി ദക്ഷിണേന്ത്യയിൽ ബിജെപി മറികടക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. യെസ്, കിരൺ, ഇതിനപ്പുറത്തേക്ക് അമിത്ഷാ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പങ്കുവെക്കുന്നത് ഈ സിഎയുടെ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആത്മവിശ്വാസവും കൂടിയുണ്ടല്ലോ. അതായത് ഈ സിഎഎ, പൗരത്വ ഭേദഗതി നിയമം, തെരഞ്ഞെടുപ്പിൽ മുഖ്യ ആയുധം തന്നെയാണ് എന്നുകൂടി അദ്ദേഹം ആവർത്തിക്കുകയല്ലേ ചെയ്യുന്നത്?
സജിത്ത്, അങ്ങനെ തന്നെയാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ മുഖ്യ ആയുധമായി തന്നെയാണ് BJP അവതരിപ്പിക്കുന്നത്. BJP സർക്കാരിന്റെ ഒരു ഭരണ നേട്ടം എന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. പ്രധാനമായും ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ, കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ ഈ പൗരത്വ ഭേദഗതിയിൽ മുസ്ലിം വിഭാഗത്തെ ഒഴിച്ചു നിർത്തുമെന്നുള്ളത് വലിയ പ്രചരണ ആയുധമാക്കുമ്പോൾ അതിനെ പോസിറ്റീവായി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രചരണത്തെ BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമമായി കണ്ടുകൊണ്ട് തന്നെയാണ് BJP പ്രചരണം നടത്തുന്നത്. അദ്ദേഹം ഒന്നുകൂടി കടത്തി പറയുന്നുണ്ട്, പൗരത്വ ഭേദഗതി നിയമപ്രകാരമുള്ള ആദ്യ പൗരത്വം നൽകുന്നത് അത് ഈ മാസം തന്നെ ഉണ്ടാവും എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ നടപ്പാക്കും, അതിന്റെ പ്രായോഗികമായ തലത്തിലേക്ക് നടപ്പാക്കും എന്നതുകൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നത്. എന്തായാലും ആ തീരുമാനവുമായി, പൗരത്വ ഭേദഗതി നിയമവുമായി മുന്നോട്ട് പോകാനും അത് സർക്കാരിന്റെ ഭരണ നേട്ടമായി തന്നെ ചിത്രീകരിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭേദഗതി നിയമം നടപ്പാക്കുക മാത്രമല്ല, നിയമം അനുസരിച്ചുള്ള പൗരത്വം നൽകുന്നത്, ആദ്യ ആളിനുള്ള പൗരത്വം നൽകുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നൽകും എന്നതുകൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നത്. ഈ പൗരത്വ ഭേദഗതിയിൽ അദ്ദേഹം പ്രതികരണം നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നു പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് അദ്ദേഹം ഇത്തരം പ്രസ്താവന നടത്തുന്നത്. സ്വാഭാവികമായും ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സ്റ്റേറ്റുകളുടെ പൊതു സാഹചര്യങ്ങളൂടെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയം ഈ അമിത്ഷാ മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ കൂടി ഉണ്ടാവും അല്ലേ കിരൺ? സജിത്ത് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെയല്ല, ബംഗാളിനെ സംബന്ധിച്ച് മുസ്ലിം പോപ്പുലേഷൻ നിർണായകമായ ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെ ബംഗാളിലെ മുസ്ലിം വോട്ടിൽ പ്രധാനമായും തൃണമൂൽ കോൺഗ്രസിനും ലെഫ്റ്റിലേക്കും കോൺഗ്രസിലേക്കും അങ്ങനെ 3 പാർട്ടികളിലേക്ക് സ്പ്ലിറ്റ് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ മുസ്ലിം പോപ്പുലേഷനിലെ വോട്ട് BJP പ്രതീക്ഷിക്കുന്നുമില്ല. അതിനപ്പുറത്തേക്ക് എതിർ വിഭാഗത്തെ, അങ്ങനെ ഒരു എതിർ ചേരിയിലേക്ക് ഉള്ള വോട്ടിന്റെ ഒരു ശേഖരണം, അതിന്റെ ഒരു ക്രോഡീകരണം, ഒരു ഹിന്ദു വോട്ടിന്റെ അടക്കം ഒരു ക്രോഡീകരണം ഉണ്ടാകുന്നതിന് ഈ പൗരത്വ ഭേദഗതി നിയമം സജീവമായി ചർച്ചയായി നിൽക്കുന്നത് BJPക്ക് ഗുണം ചെയ്യും എന്നുള്ള നിലപാടിൽ തന്നെയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു പ്രസ്താവന ആവർത്തിച്ചു പറയുന്നതും. ഈ തവണ ബംഗാളിൽ 30 സീറ്റ് വരെ നേടാൻ കഴിയും. മമതാ ബാനർജി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അടക്കം വൻ വിജയം നേടിയ ബംഗാളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇക്കുറി വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം കൂടിയാണ് BJP പ്രകടിപ്പിക്കുന്നത്. 18 സീറ്റുകളിൽ നിന്ന് അത് 30 സീറ്റുകൾ വരെ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. അവിടെ പൗരത്വ ഭേദഗതി നിയമം സ്വാഭാവികമായും ചർച്ചയാവുകയും അത് സജീവ വിഷയമാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയും മമതാ ബാനർജി ആയാലും കോൺഗ്രസ് ആയാലും അതോടൊപ്പം തന്നെ ഇടതു പാർട്ടികളായാലും ആ വിഷയം സജീവം ഉന്നയിക്കുമ്പോൾ അതിന് മറുവശത്ത് വരുന്ന ചേരിയുടെ ഒരു വോട്ടിംഗുകളുടെ ഒരു ഏകീകരണം അത് BJPക്ക് അനുകൂലമായി ഉണ്ടാകുമെന്നും, അങ്ങനെ ഒരു BJPക്ക് അനുകൂലമായി ഏകീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ തോതിൽ BJPയെ ബംഗാൾ സഹായിക്കും എന്നതുകൂടി BJP കണക്കുകൂട്ടുന്നുണ്ടാവണം. അതോടൊപ്പം തന്നെ ഇനി പ്രധാനമായും തെരഞ്ഞെടുപ്പുകൾ നടക്കാനുള്ളതൊക്കെയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ് പോലും കാര്യമായ രീതിയിലേക്ക് പൗരത്വ ഭേദഗതി നിയമത്തിനെ സംബന്ധിച്ചുള്ള എതിർപ്പുകൾ ഇപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉയർത്തുന്ന രീതിയിലേക്കുള്ള എതിർപ്പുകൾ അങ്ങനെ ഉയർത്തുന്നില്ല. കാരണം അവിടെയൊക്കെ ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം മത ന്യൂനപക്ഷത്തിൽ നിന്നുള്ള വോട്ടുകളുടെ എണ്ണത്തിലെ ഉള്ള കുറവ് കൂടി കണക്കിലെടുത്താണ് പൂർണ്ണമായും അത് ഹിന്ദു വോട്ട് ബേസിനടക്കം ഇടിവ് സംഭവിക്കുമെന്നുള്ള ആശങ്ക കോൺഗ്രസിനടക്കമുണ്ട്. അതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട പ്രചരണ ആയുധമായി അല്ലെങ്കിൽ പ്രചരണ വിഷയമായി കോൺഗ്രസ് അടക്കം എടുക്കുന്നില്ല. ഇതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ആ വിഷയം സജീവമായി ചർച്ചയാക്കി നിർത്തിക്കഴിഞ്ഞാൽ അതിന് ഗുണം സ്വാഭാവികമായും ഉണ്ടാവുക BJPക്കാണ് എന്നതുകൂടി കണക്കൂട്ടിയാവണം ആഭ്യന്തരമന്ത്രി ആ ഈ വിഷയം ആവർത്തിച്ച് പറയുന്നത്. വരും ഈ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗിലേക്ക് ഈ വിഷയത്തെ അടക്കം ചർച്ചയിലേക്ക് കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇത് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുകൂടി നമുക്ക് രാഷ്ട്രീയമായി കാണാൻ കഴിയും. കിരൺ, ഒരു കാര്യം കൂടി, കേരളത്തിലടക്കമുള്ള വേദികളിൽ വന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പറഞ്ഞത് 400+ 400-ലധികം സീറ്റുകൾ എന്നതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ 3 ഫേസൊക്കെ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ പഴയ അവകാശവാദത്തിലേക്ക് BJP വരുന്നില്ല. കാരണം 400 സീറ്റ് എന്തായാലും BJPക്ക് നേടാൻ കഴിയില്ല. ഇന്ത്യ മുന്നണി അപ്രതീക്ഷിതമായ ചില തിരിച്ചുവരവ് പലയിടങ്ങളിലും നടത്തിയിട്ടുണ്ട്, വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്ന തരത്തിൽ കോൺഗ്രസ് ഒക്കെ വിലയിരുത്തുകയും പൊതുവിൽ രാഷ്ട്രീയ വിശകലനമൊക്കെ ആ തരത്തിൽ നടക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് അമിത്ഷാ വീണ്ടും അവകാശപ്പെടുന്നത് 400+ എന്ന ഒരു പ്രഖ്യാപനം. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണുന്ന ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് തന്നെ തങ്ങൾ 400 സീറ്റ് കടന്നിരിക്കുമെന്ന വലിയൊരു അവകാശവാദം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. സജിത്തെ, മറ്റ് കാര്യങ്ങൾ പറഞ്ഞതെല്ലാം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ആ വിഷയങ്ങളൊക്കെ ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായും CAയുടെ വിഷയമായാലും അതെല്ലാം ചർച്ചയാകുമ്പോൾ BJPക്ക് അതനുസരിച്ചുള്ള ഗുണം ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഉത്തരേന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ എണ്ണത്തിന്റെ വിഷയം സംബന്ധിച്ച് നേരത്തെ തുടക്കത്തിലാണ് പറഞ്ഞത് 370 സീറ്റുകൾ, ആർട്ടിക്കിൾ 370മായി ബന്ധപ്പെടുത്തി 370 സീറ്റുകൾ BJP ഒറ്റയ്ക്ക് നേടും. BJP മുന്നണി, NDA മുന്നണി 400 സീറ്റ് മറികടക്കുമെന്ന് ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പാർലമെന്റിൽ പറഞ്ഞ, പാർലമെന്റ് അവസാന സമ്മേളനത്തിൽ
പറഞ്ഞത്. അതിനുശേഷം BJP ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു 400 സീറ്റ് 400+ സീറ്റ് എന്നുള്ളത്. പക്ഷേ ആദ്യഘട്ട 1-2 ഘട്ട തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതോടുകൂടി BJPയുടെ 400 സീറ്റ് എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണെന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകൾ, അതിപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതിനപ്പുറത്തേക്ക് അത്തരത്തിലേക്കുള്ള വിലയിരുത്തലുകളൊക്കെ വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെതായാലും തമിഴ്നാടിൻ്റെതായാലും കർണാടകയുടെ ഒക്കെ ആയാലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. കേരളവും തമിഴ്നാടും പൂർണ്ണമായും തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം പൂർത്തിയാവുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഇനി 400 കടക്കുക എന്നുള്ളത് പ്രയാസമാണ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തോടുകൂടി തന്നെ അത് പറയുക, ഇനിയും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ BJP വലിയ പ്രതീക്ഷ വെക്കുന്ന സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പാണ് ഇനി വരാനുള്ളത്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വോട്ടെടുപ്പ് ഇനി വരുന്ന ദിവസങ്ങളിലാണ് നടക്കേണ്ടിയുള്ളത്. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളൊക്കെ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പ്രധാന സീറ്റുകളിലെല്ലാം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ പൂർണ്ണമായും അത്തരം ഒരു ആത്മവിശ്വാസത്തിലേക്ക് ഒരു കാരണവശാലും ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ BJPക്കോ NDAക്കോ വെല്ലുവിളി ആവില്ല എന്നത് തെളിയിക്കേണ്ടത് കൂടി ആ മുന്നണിയെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയ്ക്ക് ആ നിലയ്ക്ക് കൂടിയാവണം അദ്ദേഹം അത്തരത്തിലേക്ക് ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. അത്തരത്തിനെ നമുക്ക് അതിനെ മറ്റ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഈ ഘട്ടത്തിൽ അങ്ങനെ അതിന് കാര്യമായ കാര്യമുണ്ടാവില്ല. സാധാരണഗതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ എപ്പോഴും പരാജയപ്പെടുമെന്ന് അറിയുന്ന ഘട്ടത്തിൽ പോലും അവരടക്കം വിജയം 100% ഉറപ്പ് എന്ന മട്ടിലാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രതികരിക്കുക. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത്തരത്തിലൊരു പ്രസ്താവനയ്ക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ മറ്റു തരത്തിൽ നേട്ടമുണ്ടാക്കുമോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ പ്രസ്താവന എന്ന് നമുക്ക് തൽക്കാലം വ്യാഖ്യാനിക്കാൻ കഴിയില്ല.